ഹലോ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തെലുങ്ക് സിനിമയെക്കുറിച്ചാണ്. 8 വസന്തലു. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഫനീന്ദ്ര നർസട്ടിയാണ്. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു വുമൺ ഓറിയൻറ്റഡ് മൂവിയാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ആനന്ദിക സനൽകുമാറാണ്. കഥാനായികയുടെ പേര് ശ്രുതി അയോധ്യ. ശ്രുതി മാർഷൽ ആർട്സിൽ നിപുണയാണ്. അവളൊരു എഴുത്തുകാരിയാണ്. അവൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ നിലപാടുകളും അവളുടെ കാഴ്ചപ്പാടുകളും എല്ലാമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ശ്രുതി ജീവിതത്തിൽ വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. പക്ഷേ അവളുടെ മനസ്സിൽ അവൾക്ക് അവളുടേതായ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അവളുടെ കുടുംബത്തിലായാലും അവളുടെ ഫ്രണ്ട്സുമായിട്ടായാലും അവളുടെ ഗുരുനാഥക്കന്മാരായിട്ടും എല്ലാവരുമായിട്ടും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ജീവിതത്തെ അതിൻ്റെതായ രീതിയിൽ നേരിടുകയും ഒക്കെ ചെയ്യുന്ന വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു ലവ് അഫെയർ ഉണ്ടാകുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ ബ്രേക്കപ്പിലെത്തുന്നു. പക്ഷെ അപ്പോഴും അവൾ അതിനെ വളരെ ബോൾഡായിട്ട് തന്നെയാണ് നേരിടുന്നത്. അവൾ ആ പയ്യനോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. അപ്പം ഞാൻ അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഞാൻ അർഹിക്കുന്നുണ്ട്. ഞാൻ മനസ്സിൽ എത്ര വിഷമിച്ചാലും കരഞ്ഞാലും എൻ്റെ മുഖത്ത് അത് പ്രകടമാവില്ല. ആ ഒരു ദൃഢനിശ്ചയവും ജീവിതത്തെ അതിനെ നേരിടാനുള്ള ഒരു കരുത്തും എൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. അവൾ അതുപോലെ തന്നെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഏത് സാഹചര്യത്തിലും അവൾ വളരെ ധൈര്യവതിയും ജീവിതത്തെ ബോൾഡായിട്ട് നേരിടുന്നവളും ജീവിതത്തിൽ വളരെയധികം ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ശ്രുതിയുടെ ഗുരുവിൻ്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹം മരിച്ചാൽ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത് അവളാണെന്ന്. പക്ഷേ ഇവള് ചിതയ്ക്ക് തീ കൊളുത്താനായിട്ട് ശ്മശാനത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അവളെ സമ്മതിക്കുന്നില്ല, പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലെന്നും പറഞ്ഞ്. പക്ഷെ അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു പെണ്ണല്ലേ ഒരു പുരുഷന് ജന്മം കൊടുത്ത്, പിന്നെ എന്തുകൊണ്ട് അയാളുടെ മരണസമയത്ത് അവൾക്ക് നിന്നുകൂടാ എന്നവൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെ ചിതയ്ക്ക് തീ കൊളുത്താൻ അനുവദിക്കുകയും അവളത് നിർവഹിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെ സത്യസന്ധമായി നേരിടാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ജീവിതത്തിൽ വിജയം വരിക്കാനുമൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു സിനിമയാണ് 8 വസന്തലു. ഇത് വളരെ രസകരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ലവ് സീൻസ് ആയാലും ഇത് മെയിനായിട്ടും ഇത് നടക്കുന്ന ഊട്ടിയിലും കാശ്മീരിലും ഒക്കെയാണ്. ആ ഒരു പ്രദേശങ്ങളുടെയൊക്കെ ഭംഗി ശരിയായ രീതിയിൽ തന്നെ ഇതിൽ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സീനുകൾ കുറേ മനസ്സിന് സന്തോഷം നൽകുന്ന കുറേ നല്ല സീനുകളും ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടും ഇതിൻ്റെ മ്യൂസിക്, പാട്ടുകൾ, ഇതൊരു പോയട്രി പോലെയാണ് ഈ സിനിമ നമുക്ക് തോന്നുക. നല്ല രസമായിട്ട് അതിങ്ങനെ ഭംഗിയായിട്ട് പാട്ടുകളും മറ്റുമായിട്ട് ഇങ്ങനെ നല്ല രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാട്ട് പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇഷാം അബ്ദുൽ വഹാബാണ്. അപ്പം നമുക്ക് നല്ല രസമായിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് 8 വസന്തലു. പിന്നെ ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.